അങ്ങനെ നമ്മുടെ ഗീതാഗോവിന്ദം സീരിയലിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഗീതുവും ഗോവിന്ദും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് തുടങ്ങുന്ന ഈ ഒരു വേളയിൽ സംഭവിച്ച ചില സംഭവങ്ങൾ അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇത് 30-ാം തീയതി 31-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഥ ഒന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. ഒരുപാട് വിശദീകരണങ്ങളൊന്നുമില്ല. എന്നാൽ മാത്രമേ ഇന്നത്തെ 2-ാം തീയതിയിലെ എപ്പിസോഡ് ഞാൻ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ സംഭവം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്കത് സംഭവം ഇന്നത്തെ കഥ വരുമ്പോൾ എന്തായിരിക്കും എന്ന് ബബബ അടിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ അതൊന്ന് ഓടിച്ചൊന്ന് പറയുന്നതേ ഉള്ളൂ, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദും പരസ്പരം അവരുടെ പ്രണയമൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ ഗോവിന്ദിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അതിൻ്റെ ഇരട്ടി സന്തോഷം നമ്മുടെ ഗീതുവിനാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അറക്കിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയാണ്. വരുന്ന വഴിക്ക് വെച്ചിട്ട് ഗോവിന്ദ് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് ഗീതുവിൻ്റെ മുടിയിൽ ചൂടിക്കൊടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, നമുക്ക് മുറിയൊക്കെ അലങ്കരിക്കണം, അതിന് കുറച്ച് പൂ അധികം മേടിക്കാമെന്ന് പറയുമ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മുടെ പൂക്കടക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അജാസിനെ വിളിച്ചിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ടുവരണം, അറയ്ക്കൽ വീട്ടിലേക്ക് കൊണ്ടുവരണം, ഇന്ന് തന്നെ വേണം എന്ന് പറയുകയാണ്. പക്ഷെ കാര്യം എന്താണെന്ന് മാത്രം അജാസിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഗോവിന്ദും ഗീതവും കൂടി കാറിലിരുന്ന് ഭയങ്കര സന്തോഷമായിട്ട് അറയ്ക്കൽ വീട്ടിലേക്ക് വരികയാണ്. അതേ സമയത്ത് അവിടെ പ്രിയമോളാണെങ്കിൽ ആകെ ഹാലിളക്കി നിൽക്കുകയാണ്. അതായത് രാധികാമ്മയിൽ നിന്നും പ്രിയമോള് അറിയാനിടയാവുകയാണ് നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി തമ്മിലുള്ള കല്യാണം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പിലാണ് നമ്മുടെ പ്രിയമോള്. അങ്ങനെ പ്രിയമോള് മാനസികമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഗോവിന്ദും ഗീതവും തമ്മിൽ ശരിക്കും അവർ തമ്മിൽ സ്നേഹം വരണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ മാറി താമസിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവരെ ഒരുമിച്ചൊരു മുറിയിൽ താമസിക്കാൻ ഇനി അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ പ്രിയമോൾ എടുക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ രാധികാമ്മയാണ്. രാധികാമ്മയുടെ മനസ്സിൽ അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേസമയം പ്രിയമോളുടെ മനസ്സിലെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും രണ്ട് മുറിയിലിരിക്കുമ്പോൾ രണ്ടു പേർക്കും ആ ഒരു ഫീലിങ്സ് വരും. അതായത് പിരിഞ്ഞിരിക്കുന്ന ആ ഒരു ദുഃഖം ഉണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ അടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയമോൾ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതും അറയ്ക്കൽ വീട്ടിലേക്ക് എത്തുകയാണ്. അറയ്ക്കൽ വീട്ടിൽ എത്തിയതിന് ശേഷം അവർ നടന്നു പോവുകയാണ്. രണ്ടുപേരും പരസ്പരം മതിമറന്ന് ചേർത്ത് പിടിച്ച് നടക്കുകയാണ് നമ്മുടെ ഗീതുവിനെയും കൊണ്ട് ഗോവിന്ദ്. അപ്പോൾ മുന്നിൽ കാണുന്ന അയ്യപ്പേട്ടനെയും ഷിബുവിനെയും ഒന്നും അവർ കാണുന്നില്ല. അതുപോലെ തന്നെ ഗോവിന്ദും ഗീതുവും അറയ്ക്കൽ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവിടെ രഞ്ജുവും രേഖയും നിൽക്കുന്നുണ്ട്. അവരോരോന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലും അവരറിയുന്നില്ല. അത്രയ്ക്ക് ഒരു മനസ്സോടുകൂടി അവർ പരസ്പരം മതിമറന്ന് നടന്നു പോവുകയാണ്. അങ്ങനെ അവരുടെ മുറിയിലോട്ട് കയറാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ കാഞ്ചന ചെയ്തൊരു പണിയെന്ന് വെച്ചാൽ കാഞ്ചനയെ കൊണ്ട് നമ്മുടെ പ്രിയമോള് പറയിച്ച് ഗീതുവിൻ്റെ ലഗേജുകളൊക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്, മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് വേറെ ഒരു മുറിയുമല്ല, പ്രിയമോള് ഇപ്പോൾ ഡെലിവറിയുടെ ആവശ്യത്തിനായിട്ട് അറയ്ക്കൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി മുതൽ പ്രിയമോളുടെ അടുത്ത് ഗീതു കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ പ്രിയമോള് കിടക്കുന്ന മുറിയിലേക്ക് ഗീതുവിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഡ്രസ്സും മറ്റുപകരണങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഗീതവും ഗോവിന്ദും മുറിയിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ പ്രിയമോള് വന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടൻ ആരെ കാണിക്കാനാണ് ഇത്രയും സ്നേഹത്തോടു കൂടി നിൽക്കുന്നത്? അതായത് ഗീതവും ഗോവിന്ദും ചേർന്ന് വരികയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഏട്ടൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ രണ്ടാളും അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമൊക്കെ നടത്തിയത്. ഇനി ആ കോൺട്രാക്റ്റ് കല്യാണമൊന്നും വേണ്ട, ഇനി നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിൽ താമസിച്ചാൽ മതി എന്നിങ്ങനെ പ്രിയമോള് പറയുകയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ളിലുള്ള സ്നേഹം പുറത്തു വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രിയമോള്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്,
പറയാണ് മോളെ അങ്ങനൊന്നുമല്ല, എനിക്ക് ശരിക്കും ഗീതുവിനെ ഇഷ്ടമാണ്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രിയമോൾക്ക് ദേഷ്യം വരികയാണ്. പ്രിയമോൾ പറയണേ ഏട്ടൻ ഇനി എന്നെ ഫുള്ളാക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഏത് രീതിയിലുള്ള എന്നൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി തൊട്ട് ഗീതു ചേച്ചി എൻ്റെ അടുത്ത് കിടന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ രാധികാമ്മ വന്നിട്ട് പറയുകയാണ്, കണ്ണ ഗീതു ഇനി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ശരിയല്ല, നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, കോടതിയിൽ നിങ്ങളുടെ കേസ് പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയുന്നത് തെറ്റാണ്, അത് ഒരിക്കലും നിയമത്തിൻ്റെ കണ്ണിൽ ഒരിക്കലും ശരിയല്ല, അത് അവിഹിതം പോലെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മുറിയിൽ കിടക്കണ്ട, രണ്ട് മുറിയിൽ കിടന്നാൽ മതി. പിന്നെ അടുത്ത ഹിയറിങ്ങിന് ഗീതുവിനെ ഒഴിവാക്കണം എന്ന് തന്നെ തീർത്തും പറയുകയാണ് രാധികാമ്മ. അങ്ങനെ അപ്പോൾ ഗോവിന്ദ് പറയണം അതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ ഒരു മുറിയിൽ തന്നെ അന്യരായിട്ട് തുടർന്നോളാം എന്ന് പറയുമ്പോൾ പ്രിയമോള് പറയുകയാണ്, എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിലയില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ഷണം തന്നെ ഞാൻ വിനോദിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് തീർത്തും പ്രിയമോള് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയാണ്. ഗോവിന്ദ് പറയാണ് എങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, എനിക്കിവിടെ എൻ്റെ വാക്കിനൊരു വാല്യൂ ഇല്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പിണങ്ങി ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഗോവിന്ദ് പിണങ്ങി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ്. ഗീതു കണ്ണേട്ടാന്ന് വിളിച്ചിട്ട് പുറകെ പോയിട്ടും ഗോവിന്ദ് ഒരു രക്ഷയില്ല, കാർ എടുത്തിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേഖയും രഞ്ജുവും ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, ഗോവിന്ദേട്ടൻ എന്തിനാണ് പിണങ്ങിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രിയമോളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദിനെ ഗീതു വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം രഞ്ജു പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് രഞ്ജു വിളിച്ച് നോക്കുകയാണ്. രഞ്ജു വിളിച്ച് നോക്കുന്ന സമയത്തിന് ഗോവിന്ദ് പറയുകയാണ് എന്നെ ഇനി ആരും വിളിക്കണ്ട, നീ എന്നെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാനത് ഫോൺ എടുത്തത് എന്നെ ഇനി വിളിക്കണ്ട എന്ന് പറയാനാണ്, ഇനി ഇപ്പോൾ ഈ സമയം മുതൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, അതുകൊണ്ട് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ ഓഫാക്കി വെക്കുകയാണ്. ഈ സമയത്തിന് നമ്മുടെ പ്രിയമോളോട് നമ്മുടെ രാധികാമ്മ പറയാണ്, കണ്ടില്ലേ പ്രിയമോളെ, അവൾ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിരികേറ്റാനും ഇതിൻ്റെ ഇടയ്ക്ക് രാധികാമ്മ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ പറയാണ്, ദേ ഇവളൊറ്റൊരുത്തി, ഈ ഗീതു കാരണമാണ് അവൻ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു പറയണം അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട, നിങ്ങൾ ഒറ്റൊരുത്തി കാരണമാണ് കണ്ണേട്ടൻ ഇപ്പോൾ മുറി വിട്ടു പോയത് എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയമോള് പറയണം നിങ്ങൾ ആരും കൂടുതൽ സംസാരിക്കേണ്ട, എല്ലാവരെയും എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഗീതു ചേച്ചിയും ശരിയല്ല, ആരും ശരിയല്ല, അതുകൊണ്ട് ഗീതു ചേച്ചിക്ക് എപ്പോഴും എൻ്റെ അമ്മയെ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമോള് പറയുകയാണ്. എന്നിട്ട് പ്രിയമോള് പറയണ ഗോവിന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ ഇവിടെ തിരികെ എത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലോ സർക്കാർ ആശുപത്രിയിലോ പോയി പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് പ്രിയമോള് മുറിക്കകത്ത് കയറി കതവും പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ കതവും പൂട്ടിയിരിക്കുന്ന സമയത്തിന് എല്ലാവരും ചെന്ന് വാതിൽക്കൽ ചെന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ പ്രിയമോള് ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പം തന്നെ ഗീതു പറയുകയാണ് പ്രിയമോളെ നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രിയമോള് കേൾക്കുന്നില്ല. അപ്പോൾ ഗീതു പ്രിയമോളോട് പറയാണ് എന്തായാലും നീ ഒരു സർക്കാർ ആശുപത്രിയിലും പ്രസവിക്കാനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കില്ല, ഞാൻ കണ്ണേട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പം അയ്യപ്പൻ ഓടിക്കൊണ്ടുവരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിക്കാരനെ അറിഞ്ഞിട്ടില്ല, എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അയ്യപ്പനോട് കാര്യം ഗീതു പറയുകയാണ്. എന്നിട്ട് ഗീതു പറയാണ് കണ്ണേട്ടൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ ഓഫീസിൽ വിളിച്ച് AGM കമ്പനിയിൽ വിളിച്ച് ചോദിക്കുകയാണ് ഗോവിന്ദ് അവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ അറിയാൻ സാധിച്ചു ഗോവിന്ദ് അവിടെ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അയ്യപ്പൻ പറയണ കുഞ്ഞ് അത് കള്ളു കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ടെൻഷൻ ഒരുപാടാകുമ്പോൾ ഇനി ബാറിൽ അങ്ങനെ പോയതാണോ എന്തോ എന്നിങ്ങനെ പറയുമ്പോൾ രഞ്ജു പറയണം അങ്ങനെയൊന്നും പോകാനായിട്ടൊരു സാധ്യതയില്ല, കാരണം ഇന്ന് ബാർ അവധിയുള്ള ദിവസമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അയ്യപ്പൻ നമ്മുടെ ഗീതുവിനോട് പറയണം ഗീതു മോളെ അത് എന്നാൽ നമ്മുടെ റിസോർട്ടിൽ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയണം. ഞാൻ പോയി കൂട്ടിയിട്ട് വരാമെന്ന് അയ്യപ്പൻ പറയുമ്പോൾ ഗീതു പറയണം വേണ്ട അയ്യപ്പേട്ടൻ കൂട്ടണ്ട, കാരണം കന്നിനെ കൈ കാണിച്ചു വിടുന്നല്ലേ പറയുന്നത്, അയ്യപ്പേട്ടൻ കൂടി കഴിഞ്ഞാൽ എന്താവും അവിടെ സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗീതു കാർ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, റിസോർട്ടിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഗോവിന്ദ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് നിൽക്കുമ്പോൾ ഗോവിന്ദിന് എന്താ ആവശ്യമെന്ന് ചോദിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് ചെന്നിട്ട്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് എനിക്കിവിടെ ഒരു ബെഡ്റൂം മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ മറ്റൊരു സ്റ്റാഫിനോട് നമ്മുടെ മാനേജർ ചെന്നിട്ട് ഗോവിന്ദിന് കഴിക്കാനായിട്ട് ലിക്കർ കൊടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ പോയി ലിക്കർ കൊണ്ടുവച്ചിട്ട് ഗോവിന്ദിനെ വിളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്തിനാ ഇത്, ഞാൻ നിങ്ങളോട് മദ്യം ആവശ്യപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് സാർ ഒരുപാട് ടെൻഷനിലായതുകൊണ്ട് സാറിന്
മദ്യം തരുന്നതാണെന്ന് പറയുമ്പോൾ ടെൻഷൻ ഉള്ളവരെല്ലാവരും മദ്യം കുടിക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഈ ടെൻഷൻ വരുമ്പോൾ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെൻഷൻ എല്ലാം ഇല്ലാണ്ടാവുമോ? നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ വീർപ്പ് മുട്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഹൃദയം മുഴുവനും അങ്ങ് സ്തംഭിച്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ഗീതു വരുന്നത്. അപ്പോഴത്തേക്ക് ഗീതുവിനെ കാണുമ്പോൾ തന്നെ ആ സ്റ്റാഫ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഗീതു ചെന്നിട്ട് ഗോവിന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കണ്ണേട്ടന് ഞാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഗീതു, ഞാൻ ഒരേ ഒരു തെറ്റേ ചെയ്തോളൂ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റ്, പിന്നീട് നിന്നെ ഒഴിവാക്കാതെ നിന്നെ കൂടെ കൂട്ടി എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എല്ലാവരെയും മനസ്സിലായി. കാരണം ഞാനൊരു വിവാഹം കഴിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ കുടുംബത്തിന് അന്യനായി മാറി. രാധികാമ്മയിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുടുംബമൊന്നും പറഞ്ഞ് കിടന്ന സമയത്ത് എല്ലാവർക്കും എനിക്ക് വിലയുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് വിലയില്ലാതായി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഗീതു സമാധാനിപ്പിക്കുകയാണ്. ഗീതു പറയണം, കണ്ണേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട, കണ്ണേട്ടന് ഞാനില്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദിനെ വിളിക്കുകയാണ്, ഗീതു വിളിക്കുകയാണ്, വാ നമുക്ക് അറക്കിലേക്ക് പോകാമെന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഇല്ല ഗീതു, ഞാൻ അങ്ങോട്ട് ഒരിക്കലും വരില്ല, ഞാൻ ഇന്നത്തെ ദിവസം എന്തായാലും വരില്ലെന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, അത് പറ്റില്ല, ഞാൻ പ്രിയമോക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, കണ്ണേട്ടനെയും കൊണ്ട് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ കണ്ണേട്ടൻ വന്നേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് നേരം സംസാരം അതൊക്കെയാണ് കാണിച്ചത്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ അജാസ് വരികയാണ്, നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെയും കൊണ്ട് വരികയാണ്. അപ്പോൾ വന്നപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, ഇവിടെ എന്ത് ഫംഗ്ഷനാണ് നടത്തേണ്ടത്? ബർത്ത്ഡേ ആണോ, വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ, എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ഇവിടെ അലങ്കരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അജാസിന് സംഭവം ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ രാധികാമ്മ വരികയാണ്. രാധികാമ്മ വന്നിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അജാസ് പറയുകയാണ്, ഇവിടെ ഗോവിന്ദ് സാറ് വിളിച്ചിട്ട് ഇവിടെ ഒരു പാർട്ടി സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ആളിനെയും കൂട്ടി വന്നതാണ്, പക്ഷേ എന്ത് പാർട്ടി എങ്ങനെയാണെന്നൊന്നും ഗോവിന്ദ് സാറ് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഗീതു ഗോവിന്ദിനെ നിർബന്ധിക്കുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഗോവിന്ദ് വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ പ്രിയമോള് വിളിക്കുകയാണ് ഗോവിന്ദിനെ. അപ്പോൾ ഗീതു എടുക്കാൻ പറഞ്ഞിട്ടും ഗോവിന്ദ് കോൾ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ഗീതു നിർബന്ധിച്ചിട്ട് ഫോൺ ഗോവിന്ദിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പ്രിയമോള് പറയണം, ഗോവിന്ദേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരണം എന്ന് പറയണം, ഗോവിന്ദേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരണം, ഗോവിന്ദേട്ടൻ 1 മണിക്കൂറിനകം വെച്ച് വീട്ടിൽ തിരികെ എത്തിയില്ലെങ്കിൽ ഞാൻ വിനോദിൻ്റെ കൂടെ പോവും, പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് വീണ്ടും ധർമ്മസങ്കടത്തിലാവുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഗീതുവിനോട് പറയണം, എന്തായാലും നമ്മളിവിടെ ഒരു മുറിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, പറ്റില്ല, പ്രിയമോളുടെ സ്വഭാവം അറിയില്ലേ, പ്രിയമോളുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ, അവൾ പിന്നീട് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞാൽ അവൾ പോയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇന്ന് വീട്ടിൽ പോവാമെന്ന് തന്നെ ഗീതു പറയുകയാണ്. അങ്ങനെ അപ്പോൾ ഗോവിന്ദ് പറയണം, എന്തായാലും 1 മണിക്കൂർ സമയമുണ്ടല്ലോ, 1/2 മണിക്കൂർ നമ്മൾ എടുത്ത റൂമിൽ പോയിട്ട് നമുക്ക് പിന്നെ പോവാമെന്നൊക്കെ പറയുകയാണ് ഗോവിന്ദ്. പലതരത്തിലുള്ള ഉടായ്പകളൊക്കെ പറയുകയാണ്. ഗീതു ഒരു രക്ഷയില്ല. ഗീതു പറയുകയാണ്, ഇപ്പം തന്നെ അറയ്ക്കൽ വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അറയ്ക്കൽ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടി അറയ്ക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് അജാസിനെയും അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരനെയും കൂടി കാണുകയാണ്. അപ്പോൾ അജാസ് പറയണം, സാറ് പറഞ്ഞതുപോലെ ഇവൻ ഒട്ടും ഫ്രീ അല്ലായിരുന്നു, മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്നാണ് ഞാൻ ഇയാളെയും കൂട്ടി വന്നത്, എന്ത് ഫംഗ്ഷനാണ് സാറ് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്, രാധികാമ്മയും പ്രിയമോളും അതുപോലെ തന്നെ നമ്മുടെ രേഖയും രഞ്ജുവും എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മുറി ഡെക്കറേഷൻ ആണെന്നുള്ളത് പറയാനായിട്ട് ഗോവിന്ദിനും ഗീതുവിനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂം അലങ്കരിക്കാനാണ് വിളിച്ചതെന്നുള്ള കാര്യം പറയാണ്ട് അവർക്ക് ആകെ ഒരു ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അത് വേറൊരു ദിവസം നടത്താം ഫംഗ്ഷൻ, ഇന്നിപ്പോൾ ഫംഗ്ഷനൊന്നുമില്ല, മറ്റൊരു ദിവസം നടത്താം, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വരണ്ട, തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പൊയ്ക്കോളാൻ പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മ കട്ടായം ചോദിക്കുകയാണ്, എന്ത് ഫംഗ്ഷനാണ് കണ്ണാ നടത്താൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയണം, അത് പറഞ്ഞേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ വരികയാണ്, മറ്റാരുമല്ല നമ്മുടെ അവർണിക, കയ്യിൽ ബൊക്കെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവിന് കൊണ്ടുവന്ന് ബൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഗീതു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അജാസ് വിളിച്ചിട്ട് ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ബൊക്കെയായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർണിക പറയുകയാണ്, ശരിക്കും ഞാൻ വിചാരിച്ചു നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കും എന്നാണ് കരുതിയത്, അതാണ് ബൊക്കെ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്, എന്തായാലും ഇങ്ങനെ ഒരു പാർട്ടി നടത്തണമെന്ന് ഉദ്ദേശിച്ചത് കണ്ണേട്ടനല്ലേ, കണ്ണേട്ടന് എന്നെ കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർണിക ബൊക്കെ കൊണ്ടുവന്ന് ഗോവിന്ദിന് കൊടുക്കുകയാണ്. അങ്ങനെ ഗോവിന്ദും
ഗോവിന്ദ് അജാസിനോട് പറയുകയാണ് എന്തായാലും ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങ് പറഞ്ഞു വിടാൻ പറയുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരനെ നിർബന്ധിച്ച് നമ്മുടെ അജാസ് പറയുകയാണ് ഇനിയൊരു ആവശ്യം വരുമ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അജാസും ഗോവിന്ദനും കൂടി ആ ആളിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മയ്ക്ക് നിർബന്ധം എന്ത് ഫംഗ്ഷനാണ് അവിടെ നടത്താനായിട്ട് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ ഗോവിന്ദന് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു അതിൽ ഏറ്റുപിടിക്കുകയാണ്. ഗീതു പറയുകയാണ് അത് എന്ത് ഫംഗ്ഷനാണെന്ന് വെച്ചാൽ പ്രിയമോൾക്ക് വേണ്ടിയിട്ട് കണ്ണേട്ടൻ ബേബി ഷവറാണ് നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് ബേബി ഷവർ നടത്താൻ വേണ്ടിയിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആളിനെ വരുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഗീതു അങ്ങ് പറഞ്ഞു ഒപ്പിക്കുകയാണ് വല്ലച്ചാതി. അത് കേൾക്കുമ്പോൾ ഉടനെ പ്രിയമോൾ ഓടി വന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എൻ്റെ ഏട്ടന് എന്നോട് ഇത്രയേറെ സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഏട്ടനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി, ഏട്ടൻ എന്നോട് ക്ഷമിക്കേട്ടാ എന്നൊക്കെ ഇങ്ങനെ പ്രിയമോൾ പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മയുടെ അടുത്ത ചോദ്യം ഗീതുവിനോട് ചോദിക്കുകയാണ് ബേബി ഷവർ നടത്തണമെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ പറഞ്ഞു വിട്ടത്, പിന്നെന്താ ഇവിടെ പാർട്ടിക്ക് വേണ്ട ഒരുക്കങ്ങളൊന്നും നടത്താഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ് അത് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ണേട്ടൻ ആളിനെ പറഞ്ഞു വിട്ടത്, എന്താ അതിന് കാരണമെന്ന് രാധികാമ്മ ചോദിക്കുമ്പോൾ ഗീതു പറയുകയാണ് അത് മറ്റൊന്നുമല്ല, എൻ്റെ അമ്മ ഇപ്പോൾ വയ്യാതെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു പാർട്ടി വയ്ക്കണ്ട, എൻ്റെ അമ്മയ്ക്ക് സുഖമായതിന് ശേഷം മാത്രം ബേബി ഷവർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കണ്ണേട്ടൻ വന്ന ആളുകളെ പറഞ്ഞു വിട്ടതെന്ന് ഗീതു പറയുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 30-ാം തീയതിയിലെയും 31-ാം തീയതിയിലെയും രണ്ട് എപ്പിസോഡാണിത് ഒരൊറ്റ വീഡിയോ ആക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പോൾ ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കണം.